ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഫിൻസിൽ പ്രധാനമായിട്ടും 3 കേസസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ കേസായ ഇൻഫിനിറ്റ്ലി ലോങ് ഫിൻ എന്ന കേസിൻ്റെ ഡെറിവേഷൻ നമ്മളിവിടെ ഡിറൈവ് ചെയ്തു. അപ്പം നമുക്ക് തൊട്ട് മുമ്പത്തെ ക്ലാസ് കണ്ടവർക്ക് അറിയായിരിക്കും, നമുക്ക് അവസാനം ഫിന്നിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറായ ക്യൂ ഫിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് പിന്നെ PH ഇൻറ്റു ACS, അതായത് പിന്നെ ഇത് നമ്മുടെ ക്രോസ് സെക്ഷൻ്റെ ഏരിയ ഇൻറ്റു T0 മൈനസ് TA എന്നൊരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ മതി. ക്യൂ ഫിന്നിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലൊന്ന് നോക്കിയാൽ മതി. ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തു അല്ലേ. ശരി, ഇനി നമുക്ക് അത് വെച്ചുള്ള നമുക്കൊരു പ്രോബ്ലം നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം. അപ്പം നിങ്ങൾ ഈ എക്സാമ്പിൾ 2.106 നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ ബുക്കിലേക്ക് പകർത്തണം. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ പകർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഗിവൺ ഡേറ്റാസ് എഴുതാൻ പോവുകയാണ്. ഈ ഗിവൺ ഡേറ്റ എഴുതുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിച്ചുകൊണ്ടാണ് ഗിവൺ ഡേറ്റ. അപ്പോൾ നിങ്ങളും ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു സോൾഡർ ടുഗദർ 2 വെരി ലോങ് പീസസ് ഓഫ് ബെയർ കോപ്പർ വയർ. അപ്പം വളരെ ലോങ് ആയിട്ടുള്ള 2 കോപ്പർ വയറുകളെ നമുക്ക് സോൾഡർ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ശരി, വെരി ലോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ താഴോട്ട് വായിച്ച് ചോദിക്കഴിഞ്ഞാൽ ഒരിടത്തും ലെങ്തും പറയുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ആ കോപ്പർ വയറിൻ്റെ ലെങ്ത് സ്പെസിഫൈ ചെയ്യുന്നുമില്ല. എന്നാൽ ഇങ്ങനൊരു ഹിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, വെരി ലോങ് വയറെന്ന്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും, കാരണം നിങ്ങളിപ്പോൾ ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ഫിൻ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഊഹിക്കും അതിൻ്റെ പ്രോബ്ലം ആയിരിക്കും. എന്നാൽ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്യുമ്പോൾ 3 കേസസിൽ നിന്നും പ്രോബ്ലം വരാം. അപ്പം അതിനകത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ 3 കേസസും പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ലെങ്ത് സ്പെസിഫൈ ചെയ്യാതെ ലോങ് ഫിൻ എന്നോ ഒക്കെ, അല്ലെങ്കിൽ ചിലപ്പം ക്വസ്റ്റ്യൻ്റെ ഡയറക്റ്റ്ലി പറയും ഇൻഫിനിറ്റ്ലി ലോങ് ഫിൻ എന്ന് തന്നെ പറയും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി ലോങ് കോപ്പർ വയർ എന്നൊക്കെ പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് കേസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പ്രോബ്ലം ചെയ്യാൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ക്വസ്റ്റ്യനിൽ ലെങ്ത് സ്പെസിഫൈ ചെയ്യില്ല, അല്ലെങ്കിൽ വെരി ലോങ് ഫിൻ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ വെരി ലോങ് വയേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇൻഫിനിറ്റ്ലി ലോങ് ഫിൻ എന്ന് തന്നെ പറയും. ഓക്കെ, ശരി. അപ്പം നിങ്ങൾക്ക് ആ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പം ഞാനിവിടെ ഗിവൺ ഡേറ്റാസ് എഴുതാൻ പോവുകയാണേ. ഗിവൺ ഡേറ്റാസിൽ ഇപ്പോൾ ഇവിടെ കോപ്പർ വയറിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട് 1.5 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡയമീറ്റർ ഇവിടെ എഴുതുന്നു. ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 1.5 mm. അതിനെ ഞാൻ മീറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതട്ടെ. 1.5 ഇൻറ്റു 10⁻³ മീറ്റർ. ഓക്കെ, നമ്മളെപ്പോഴും SI യൂണിറ്റ്സിലായിരിക്കണം പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഓക്കെ, ശരി. ഇനി ക്വസ്റ്റ്യൻ എന്തോന്ന് വന്നിട്ടുണ്ട്, വിത്ത് മെൽറ്റ് അറ്റ് 190 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ, അതായത് 190 ഡിഗ്രിയിലാണ് മെൽറ്റ് ആവുന്നതെന്ന് പറയുന്നല്ലേ. അപ്പോൾ അവിടുത്തെ നമുക്ക് ആ കോപ്പർ വയറിൻ്റെ അവിടുത്തെ ടെമ്പറേച്ചർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടെമ്പറേച്ചറുള്ളേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് T0യും പിന്നെ ഒന്ന് TA-യും. ഓക്കെ, TA എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ അല്ല, മറിച്ച് ഏതിൻ്റെ ടെമ്പറേച്ചറാണ്, നമ്മുടെ കോപ്പർ വയറിൻ്റെ മെൽറ്റ് ആവുന്ന ടെമ്പറേച്ചർ. അത് നമുക്ക് ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ആ ടെമ്പറേച്ചറാണ് തന്നിരിക്കുന്നത്. ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്നല്ല, സോറി, നമുക്ക് ആ ടിപ്പിലെ ടെമ്പറേച്ചർ. ഓക്കെ, 2 ടെമ്പറേച്ചറുള്ളൂ. T0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ, അടുത്ത് TA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആംബിയൻ്റ് ടെമ്പറേച്ചർ എന്നാണ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജനറലി വിളിക്കാം. ഓക്കെ, ശരി. അപ്പോൾ നമുക്കിവിടെ എന്തോന്ന് തന്നിട്ടുണ്ട്, T0 ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് അല്ലേ. ശരി, T0 ഈസ് ഈക്വൽ ടു 190 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ സൈഡിൽ വേണമെങ്കിൽ ആദ്യം ആ കേസിൻ്റെ ഇക്വേഷൻ എഴുതി വെച്ചു. ക്യൂ ഫിന്നിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി ലോങ് ഫിന്നിൻ്റെ പ്രോബ്ലം ആയത് കാരണം അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് PH ACS PHK ഇൻറ്റു ACS ഇൻറ്റു T0 മൈനസ് TA. ഇതല്ലേ നമ്മൾ കഴിഞ്ഞ കേസിൽ ഡിറൈവ് ചെയ്ത് വെച്ച സാധനം. അതായത് PHK ഇൻറ്റു ACS
ഇൻറ്റു റൂട്ടിന് വെളിയിൽ T0 മൈനസ് TA. പി എന്ന് വെച്ചാൽ എന്താണ്? പെരിമീറ്റർ ആണ്. എച്ച് എന്ന് വെച്ചാൽ എന്താണ്? കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ്. കെ എന്ന് വെച്ചാൽ എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. ACS എന്ന് വെച്ചാൽ എയുടെ സഫിക്സ് ആണ് ACS എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷണൽ ഏരിയ എന്നാണ്. T0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്, അതായത് മെറ്റീരിയലിൻ്റെ റൂട്ടിലുള്ള ടെമ്പറേച്ചർ. ഓക്കെ ശരി. TA എന്ന് വെച്ചാൽ എന്താണ്? ആംബിയൻ്റ് ടെമ്പറേച്ചറാണ്, അതായത് ആ ഫിന്നോ അല്ലെങ്കിൽ ആ മെറ്റീരിയലോ ഇരിക്കുന്നതിന് ചുറ്റുമുള്ള ടെമ്പറേച്ചർ. ഓക്കെ ശരി. ഇതാണ് ബേസിക് ഇക്വേഷൻ. അപ്പോൾ ഇതിലുള്ള ഓരോ സ്ഥലം നമുക്ക് 2 ടെമ്പറേച്ചറേ ഉള്ളൂ. അപ്പോൾ തന്നിരിക്കുന്നത് ഇതിനെ മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെറ്റീരിയൽ ടെമ്പറേച്ചറാണ്. ഇതിനകത്ത് മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ ഇതാണ്. ഇത് ആംബിയൻ്റ് ടെമ്പറേച്ചറാണ്. ശരി. ഓക്കെ നെക്സ്റ്റ് ഇനി എന്തോ പറഞ്ഞിട്ടുണ്ട്, ദ വയേഴ്സ് ആർ പൊസിഷൻഡ് വെർട്ടിക്കലി ഇൻ എയർ അറ്റ് 20 degrees. അതായത് 20 ഡിഗ്രിയുള്ള എയറിൽ വെർട്ടിക്കലായിട്ടാണ് ഈ വയേഴ്സിനെ നിർത്തിയിരിക്കുന്നതെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആംബിയൻ്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. TA = 20 degree centigrade. ഓക്കെ അല്ലേ? ശരി. ഇനി അസ്യൂം ദാറ്റ് ദ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഓൺ ദ വയർ സർഫസ് ഈസ് 20 watt/m²Kelvin. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് H അല്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് H ആണ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് H ഉം തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് KU ആണ്. ഓക്കെ. Hൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 watt/m² degree centigrade. m² Kelvin എന്ന് എഴുതിയാലും തെറ്റില്ല. ഓക്കെ രണ്ടും കറക്റ്റാണ്. ശരി. അടുത്തിനി തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ വയർ അലോയ് ഈസ് 330 watt/m² centigrade. ഓക്കെ തെർമൽ കണ്ടക്ടിവിറ്റി K ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. K = 330 watt/m² centigrade. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് ഗിവൺ ഡേറ്റാസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിക്കുന്നത്? കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് എന്നാണ് പറയുന്നത്. എനർജി അവിടുത്തെ ഹീറ്റാണ് ആവശ്യം. എത്ര ഹീറ്റ് നമുക്ക് ആവശ്യമുണ്ട് ഇതിനെ മെൽറ്റ് ചെയ്യാൻ? 190 ഡിഗ്രിയിൽ അത് മെൽറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ഏത് ഇക്വേഷനാണ്? ഈ ക്യൂഫിനിൻ്റെ ഇക്വേഷൻ തന്നെയല്ലേ നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്? ഈ ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ക്യൂഫിൻ = ഞാൻ എഴുതുകയാണ് √PHK × ACS × T0 മൈനസ് TA. ദാറ്റ് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ പെരിമീറ്റർ ഞാനിവിടെ സൈഡിലായിട്ട് കണ്ടുപിടിക്കണം. ഇതെന്താണ്? ഇത് കോപ്പർ വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? വയർ എന്ന് പറയുമ്പോൾ എന്ത് ഷേപ്പാണ്? വയറിൻ്റെ ഷേപ്പ് എന്താണ്? വയർ എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പാണ് അല്ലേ? പിന്നെ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് നമുക്ക് ഇതിനിവിടെ ഉള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെടുക്കാം? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് πd എടുക്കാം. അവിടുത്തെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് πd എടുക്കാം. ഓക്കെ അല്ലേ? πd × L ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സർഫസ് ഏരിയ കിട്ടും. ഓക്കെ. സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ πd L ആണ്. നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെരിമീറ്റർ സർക്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? 2πr നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇത് നോക്കി, ഇത് സർക്കുലർ ഷേപ്പ് തന്നെ അല്ലേ? ഇല്ലേ? സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലർ സെക്ഷൻ തന്നെ അല്ലേ? ശരി. അപ്പോൾ 2πr എന്ന് തന്നെയാണ്. 2π എന്ന് വെച്ച് കഴിഞ്ഞാൽ π × 2r. 2r എന്ന് വെച്ചാൽ എന്താണ്? D ആണ്. ഓക്കെ. അതാണ് πd. പെരിമീറ്റർ എന്ന് പറയുന്നത് πd. നമുക്കറിയാവുന്ന കാര്യമാണ് കേട്ടോ. ശരി. ഇനി അപ്പം നമുക്കിവിടെ നോക്കാം. π × D എത്രയാണ്? 1.5 × 10⁻³ ഓക്കെ. അപ്പോൾ നമുക്ക് പെരിമീറ്റർ ഇപ്പം മീറ്റേഴ്സിൽ കിട്ടും. 3.14 × 1.5 × 10⁻³ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4.71 × 10⁻³ മീറ്റേഴ്സ് എന്നിട്ട്. ഇതാണ് പെരിമീറ്റർ. ഓക്കെ അല്ലേ? ഇതിൽ സംശയമില്ല. പെരിമീറ്റർ πd എടുത്ത് എങ്ങനെയാണെന്ന് മനസ്സിലായ? അതായത് നമ്മൾ എടുക്കുന്നതിൻ്റെ ക്രോസ് സെക്ഷൻ എന്താണ്? വയർ എന്ന് പറയുമ്പോഴത്തേക്കും സർക്കുലർ ക്രോസ് സെക്ഷൻ അല്ലേ? സർക്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? πd അല്ലെങ്കിൽ 2πr ആണ്. അത് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ. ഓക്കെ ശരി. ഇനി നമുക്ക് ഇതിനകത്ത് വാല്യൂസ് കൊടുക്കാം. P എന്ന് പറയുന്നത് 4.71 × 10⁻³ H എന്ന് പറയുന്നത് 20 ആണ്. K എന്ന് പറയുന്നത് 330 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടെ കണ്ടുപിടിക്കാം. ഇവിടെ എന്ത് ക്രോസ് സെക്ഷനാണ്? സർക്കുലർ ക്രോസ് സെക്ഷൻ അല്ലേ? ശരി. അപ്പോൾ π/4d² ആണ്. വയറിൻ്റെ ഏരിയയുടെ ക്രോസ് സെക്ഷൻ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? π/4d² എന്നല്ലേ? ശരി. = π/4 എല്ലാം നമ്മൾ സൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. π/4 D എന്താണ്? D എന്ന് പറയുന്നത് 1.5 × 10⁻³ എന്നല്ലേ? ശരി. എത്രയായിട്ടൊന്ന് നോക്കാം. 1.5 × 1.6
766 into 10 raised to minus 6 meter square എന്ന് കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 1.766 into 10 raised to minus 6. ഓക്കെ, ആ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു 1. ഇതെല്ലാം റൂട്ടിനകത്താണ്. ഓക്കെ, ഞാൻ ഇതിനെ തെറ്റായിരിക്കും. 1.766 into 10 raised to minus 6. ഇത്രയും റൂട്ടിനകത്ത്. ഓക്കെ, ഇൻറ്റു റൂട്ടിൻ്റെ വെളിയിൽ എന്തോന്നുണ്ട്, ഇത്രയില്ലേ, T0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 190 മൈനസ് TA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20. ഓക്കെ അല്ലേ? ശരി, ഇനി ഞാനതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 4.71 into 10 raised to minus 3. So, into 71 into 10 raised to minus 3 into 20 into 330 into 1.766 into 10 raised to minus 6 into ബ്രാക്കറ്റിനകത്ത് 190 minus 20. നമുക്ക് കിട്ടുന്നത് ഓക്കെ, ഇതിൻ്റെ റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് 7.409 ഇൻറ്റു 10 raised to minus 3 ഇൻറ്റു റൂട്ടിൻ്റെ മാത്രമാണ് ഇത്, ഇൻറ്റു 190 മൈനസ് 20 170. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു 170 1.259 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, വാട്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു വയർ, അതായത് നമ്മളിതെല്ലാം ഒരു വയറിന് ഉള്ള മെൽറ്റിങ്ങിന് വേണ്ട ആവശ്യമായ ഹീറ്റാണ് കണ്ടുപിടിച്ചത്. നമുക്കിവിടെ എത്ര വയറുണ്ട്? 2 വയസ്സില്ലേ? ശരിയാണ്. വയറുകളുടെ എണ്ണം നോക്കണം. നമുക്ക് ഒരു ഫിന്നെ, നമ്മൾ നേരത്തെ നമ്മൾ ഡെറിവേഷൻ പഠിച്ചപ്പോഴും നമ്മൾ ഒരു ഫിന്നിനെ മാത്രം എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷനാണ് അവസാനം Q fin ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് PHACS ഇൻറ്റു T0 മൈനസ് TA. ഓക്കെ, അപ്പം ഇപ്പം 10 ഫിൻ ഉണ്ടെന്ന് പറയുമെങ്കിൽ ഇൻറ്റു 10 ചെയ്യുമ്പോഴേ നമുക്ക് മൊത്തം ഹീറ്റ് റിക്വയർമെൻറ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പറയാം, ഒരു ഫിന്നിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചതും നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. ഓക്കെ, ഇവിടെ എത്ര വയേഴ്സ് ഉണ്ട്? 2 വയേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ എനർജി റിക്വേർഡ് ടു മെൽറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 വയേഴ്സില്ല. അപ്പം 2 ഇൻറ്റു 1.259 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 2.5 നടത്താൽ മതി, വാട്ട്സ് എന്ന് കിട്ടും. ഓക്കെ, അതായത് 2.5 വാട്ട് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോപ്പർ വയേഴ്സിനെ നമുക്ക് മെൽറ്റ് ചെയ്യാൻ പറ്റും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. നമ്മൾ ഓരോന്നിൻ്റെ ഇക്വേഷൻസ് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ശരി. ഇനി പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ പക്കയായിട്ട് കാണാതെ പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്ക് ഡേറ്റാ ബുക്ക് ഉണ്ട്. നമ്മൾ ഡേറ്റാ ബുക്ക് എടുത്തിട്ട് അതിനകത്ത് കണ്ടക്ഷൻ ഹീറ്റ് കണ്ടക്ഷനിൽ നമ്മൾ താഴെ ഫിൻസ്, എക്സ്റ്റൻഡഡ് സർഫസ് ആയ ഫിൻസ് ഉണ്ട്. ഫിൻസിൻ്റെ പേജ് 49 49ാമത്തെ പേജ് നമ്മൾ മറിക്കുമ്പോൾ ഇവിടെ ലോങ് ഫിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോങ് ഫിൻ. ഓക്കെ, ലോങ് ഫിന്നിൻ്റെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂവിൻ്റെ ഇക്വേഷൻ, ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ഫിൻ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ TB മൈനസ് T ഇൻഫിനിറ്റി ഇൻറ്റു HPK A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ, നമ്മൾ ACS എന്നാണ് നമ്മൾ പഠിച്ചത്. HPK ഇൻറ്റു A ഹോൾ റൈസ് ടു 0.5. ഹോൾ റൈസ് ടു 0.5 എന്ന് വെച്ചാൽ അതിൻ്റെ എന്താണ് അർത്ഥം? റൂട്ട് എന്നല്ലേ അർത്ഥം? പവർ എന്ന് പറയുന്നത് 0.5 ആണെങ്കിൽ റൂട്ട് എന്നാണ് അർത്ഥം. നമ്മൾ നോക്കി ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷനായിട്ട് ഇത് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് റൂട്ട് ഓഫ് റൈസ് ടു 0.5 എങ്കിൽ റൂട്ട് എന്നല്ലേ അർത്ഥം. അപ്പോൾ റൂട്ട് ഓഫ് HPK ഇൻറ്റു A എന്ന് പറയുന്നത് ACS നോക്കിയേ, റൂട്ട് ഓഫ് PHK ഇൻറ്റു ACS ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ ഇവിടെ T0 മൈനസ് TA, ഇവിടെ എന്ന് പറയുന്നത് TB മൈനസ് T ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ആംബിയൻ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഫ്രീ സ്ട്രീം ടെമ്പറേച്ചർ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ TA എന്ന് പറയുന്നതാണ് ഈ T ഇൻഫിനിറ്റി. ഓക്കെ, T ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ സ്ട്രീം ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. അതിനെ നമ്മളിവിടെ ആംബിയൻ്റ് ടെമ്പറേച്ചർ എന്ന് എഴുതി, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ T0 എന്ന് എഴുതി. T0 എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? റൂട്ടിലെ ടെമ്പറേച്ചർ. അതായത് നിങ്ങളിത് ഈ ഫിഗർ ഇവിടെ നോക്കുക, ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നതാണ്. ഇവിടെ നിന്നാണ്, ഇതാണ് ഫിൻ എന്ന് പറയുന്നത്, ഇത്രയാണ്. ഇതെന്ന് പറയുന്ന പ്ലേറ്റ്, അവിടെ നിന്നാണ് ഹീറ്റ് കയറുന്നത്. അപ്പം ഇവിടെ ഹീറ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവപ്പെടുന്ന ഏത് പോയിന്റിലായിരിക്കും? ഇവിടെ ആയിരിക്കും. ഇങ്ങോട്ട് വരുന്നതോടെ ഹീറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ അറിയണമെങ്കിൽ നമ്മൾ ഈ റൂട്ടിൽ തന്നെ കണ്ടുപിടിക്കും. കാരണം ഇങ്ങോട്ട് വരുന്നതോടെ പല വഴിക്ക് ഹീറ്റ് പോകുന്ന കാരണം നമുക്ക് ആക്ച്വൽ ഹീറ്റ് എത്രയാണ് ഈ പ്ലേറ്റിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അറിയാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ റൂട്ടിലെ ഹീറ്റ് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ T0 എന്ന് വെച്ചാൽ റൂട്ട് ടെമ്പറേച്ചർ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ T0
ഓക്കെ. പക്ഷേ ഇവിടെ ടി ബി എന്നാണ്, അതായത് ബേസ് ടെമ്പറേച്ചർ. രണ്ടും ഒന്നിനാണ്. റൂട്ട് എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയല്ലേ. ഈ ബേസിലെ ടെമ്പറേച്ചറാണ് ടി ബി എന്ന് പറയുന്നത്, ബേസ് ടെമ്പറേച്ചർ. ഓക്കെ. അപ്പം ടി ബി മൈനസ് ടി ഇൻഫിനിറ്റി ഇൻറ്റു എച്ച് പി കെ എ ഇൻറ്റു റേസ് ടു 0.5 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ തന്നെയാണ്. അപ്പം നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. പ്രോബ്ലം പറഞ്ഞാൽ മനസ്സിലായില്ലേ? ശരി, അടുത്ത് നമുക്ക് മറ്റൊരു പ്രോബ്ലം അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.